പാകിസ്ഥാനിലെ ഇപ്പോൾ ഏതാണ്ട് ഒരു സൈനിക ഭരണത്തിൻ്റെ മട്ടിലേക്ക് അത് മാറി. ജനാധിപത്യത്തെ അമ്പെ അവഹേളിച്ചുകൊണ്ടും അതിനെ അവമതിച്ചുകൊണ്ടും കോടതിയെ ദുർബലപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു പട്ടാള ഭരണ മോഡലിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ, ഭരണഘടനയെ വ്യാഖ്യാനിക്കാനോ അതിന് ഭാഷ്യം ചമയ്ക്കാനുള്ള അധികാരങ്ങൾ അവിടെ ഇല്ലാതായിരിക്കുന്നു. പോയി എന്നത്തേക്കുമായിട്ട് മാറ്റിയിരിക്കുന്നു അതിൻ്റെ ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ. ആ ഒരു ഭേദഗതിക്ക് ശേഷമാണ് ഒരു പ്രത്യേക കോടതിയാണ് അസീം മുനീറിനെ പാകിസ്ഥാനിലെ സർവ്വ സൈന്യാധിപനായിട്ട് അവരോഹിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇനിമേൽ പാകിസ്ഥാനിൽ അസീം മുനീർ എന്ന് പറയുന്ന ട്രംപിൻ്റെ കുട്ടിക്കൊരങ്ങനായിരിക്കും സർവാധികാരിയക്കാരൻ എന്ന് പറയും. പാകിസ്ഥാൻ 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ തല മുറിച്ചു മാറ്റിയത്. അതെ, ശിരച്ഛേദമാണ് ശരിക്കും. സുപ്രീം കോടതിയുടെ ശിരച്ഛേദം നടത്തി എന്നാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ പട്ടാള ഭരണകൂടത്തിൻ്റെ പുതിയ അവതാര നിർമ്മിതിയാണ്. നേരത്തെയും പട്ടാള ഭരണകൂടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് പട്ടാള ഭരണകൂടം അട്ടിമറിയാണ്. ഇത് ഭരണഘടന അട്ടിമറിയിലൂടെ, ഇത് ഭരണഘടന അട്ടിമറിക്കുന്നു. അതേപോലെ തന്നെ വേറെ രക്തച്ചൊരിത്തലൊന്നുമില്ല. നിയമപരമായിട്ട് പട്ടാള ഭരണകൂടത്തിലേക്കുള്ള പാകിസ്ഥാൻ്റെ സഞ്ചാരമായിട്ട് നമ്മളിതിനെ കണക്കാക്കണം. അതായത് പുതിയ പുതിയ പാഠമാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കൂദേത്ത എന്ന് പറയുന്ന സൈന്യ അട്ടിമറിയിലൂടെയാണ് പട്ടാള ഭരണം ഒരു രാഷ്ട്രത്തിൽ സാധാരണ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. അത് മാറി പുതിയ പാഠം അവർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളങ്ങനെ അട്ടിമറികളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ച് അതിലൂടെ സൈന്യ ഭരണത്തെ യഥാർത്ഥത്തിലുള്ള ഭരണമായിട്ട് വ്യാഖ്യാനിക്കാനും സ്ഥാപിക്കാനും കഴിയും എന്ന് പാകിസ്ഥാൻ തെളിയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അസീം മുനീർ എന്ന് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലെ സർവ്വ സൈന്യാധിപൻ മാത്രമല്ല, ഏതാണ്ട് ഏകഛത്രാധിപതിയെ പോലെയുള്ള ഒരു ഭരണാധികാരിയായി മാറി എന്നുള്ളതാണ്. ഇടപെട്ടുകൊണ്ട് പറയട്ടെ, നമുക്കിപ്പോൾ തന്നെ അസീം അവിടുത്തെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ അല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചർച്ചയ്ക്ക് വിളിക്കുന്നതും ആ ഊണും അത്താഴവും കൊടുത്ത് സൽക്കരിക്കുന്നതും അത് അസീം മുനീറിനെ തന്നെയാണ്. അവിടെയാണ് ഈ പ്രശ്നം. അസീം മുനീറിനാണ് ട്രംപ് അംഗീകരിച്ചിട്ടുള്ള ഭരണാധികാരി. ജനാധിപത്യത്തിൻ്റെ ലോകമെങ്ങുമുള്ള ജനാധിപത്യത്തിൻ്റെ സ്ഥാപകരെന്ന് വാഴ്ത്തപ്പെടുന്ന അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന അടവ് നയമാണിത്. അല്ല, അമേരിക്ക ലോകത്തെ എല്ലായിടത്തും ഇങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും ഇടിച്ചു കയറി അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവരുടെ ഒരു പാവ ഗവൺമെൻറ് അവിടെ സ്ഥാപിച്ച് അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് അങ്ങനെ സൂഹിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് അമേരിക്ക മാറിയിട്ട് എത്രയോ കാലം. അതുകൊണ്ടാണ് അമേരിക്ക ഈ ലോകത്തിൻ്റെ പോലീസുകാരനെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ട്രംപാണെന്ന് വെച്ചാൽ ഒരു മര്യാദയും ഇല്ലാതെ ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസീം മുനീറിന് അദ്ദേഹം എന്തുകൊണ്ട് വിരുന്ന് സൽക്കാരത്തിന് ക്ഷണിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ന്യായീകരണമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ക്ഷണിച്ചു എന്ന് മാത്രമേ അദ്ദേഹത്തിന് അന്ന് പറയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇനി നാളെ മുതൽ പക്ഷേ കൃത്യമായിട്ട് പറയാം. പാകിസ്ഥാൻ്റെ സൈന്യാധിപനും അതേപോലെ തന്നെ ഏകചക്രാധിപതി ഒക്കെ ആരാണ് എന്ന് വെച്ചാൽ അസീം മുനീറാണ്. അപ്പോൾ പാകിസ്ഥാനെ ഞാൻ ക്ഷണിക്കുമ്പോൾ ആരെ ക്ഷണിക്കണം? അസീം മുനീറിനെ ക്ഷണിച്ചാൽ മതി. ഇനി പറയാം. നേരത്തെ പറയാൻ പറ്റില്ലായിരുന്നു. ഇനി ധൈര്യമായിട്ട് പറയാം. അതിന് ട്രംപ് തന്നെ പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമായിരിക്കും. അതെ, ട്രംപിന്റെ പരിപാടികൾ അവിടെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് സംഭവിക്കുന്നത്. ജഡ്ജിമാരെല്ലാം ഏതാണ്ട് രാജിവെച്ചു. കാരണം എന്താണ്? ഇതൊരു നാണക്കേടാണ്. കാരണം ഇത് ഭരണഘടനയുടെ തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം. അതായത് പാകിസ്ഥാൻ്റെ സർവാധികാരിയക്കാരൻ ഡൊണാൾഡ് ട്രംപാണ്. അതിന് കീഴിൽ വരുന്ന ഹൈറാർക്കിയിൽ രണ്ടാമത് വരുന്ന ആൾ അസീം മുനീറാണ്. അതായത് പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു കോളനിയായി മാറി എന്നർത്ഥം. കോളനിയായി മാറി എന്ന് മാത്രമല്ല, അമേരിക്കയെ നമ്മൾ മാറ്റിയിട്ട് വീണ്ടും പാകിസ്ഥാനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. EMS പണ്ട് പറഞ്ഞതുപോലെ ഏത് ചെകുത്താനുമായിട്ട് ഞങ്ങൾ കൂട്ടുപിടിക്കും. എന്തിനു വേണ്ടി? അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ. അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യം അതാണ്. സിറിയയുടെ അൽ അഷർ അല്ലേ, തീവ്രവാദിയായ ഭരണാധികാരിയെ സൽക്കരിച്ചത്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദത്തിൻ്റെ ക്യാപിറ്റലിനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദത്തിൻ്റെ ക്യാപിറ്റലിനെ അമേരിക്ക തുടർച്ചയായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് അവരുടെ താല്പര്യത്തിന് വേണ്ടി. ചൈനയോടുള്ള അവരുടെ എതിർപ്പിന് വേണ്ടിയിട്ട്, ചൈനയോടുള്ള എതിർപ്പ് മാത്രമല്ല ഇന്ത്യയോടുള്ള എതിർപ്പിന് വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു. അതാണ് ചെയ്യുന്നത്. ഇന്ത്യ അതേ തരത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നു.
നമ്മളും അതേ ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി നമുക്ക് അവരുടെ രാഷ്ട്രീയവും അതെ നമ്മളാ ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. പ്രാക്ടിക്കലായിട്ടുള്ള തിങ്കിങ് ആണ്. അതിൽ നമ്മൾ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടില്ല, താലിബാനിസം നമുക്ക് സ്വീകാര്യമല്ല, എങ്കിലും നമ്മൾ അവരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് നീ കയറി പാകിസ്ഥാനെ അടിച്ചോടാ എന്ന് പറഞ്ഞിട്ട് അതാണ് ഞങ്ങൾ നോക്കി നിന്നോളാം. അങ്ങനെ സംഭവിച്ചു ശരിക്കും പറഞ്ഞത്. മാത്രമല്ല പറഞ്ഞു അവർക്ക് എയർഫോഴ്സ് ഇല്ലെന്നുള്ള ഒരു കുറവുണ്ട്, വിമാനങ്ങളില്ല, ഞങ്ങൾ വേണമെങ്കിൽ അതും കൊടുക്കും, അതെ വേണ്ടി വന്നാൽ അതും കൊടുക്കും. അങ്ങനെയാണ് അതങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ എന്താണ് ഈ നിലനിൽപ്പിന്റെ പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ആളിൻ്റെ പേര് ജസ്റ്റിസ് ഷംസ് മുഹമ്മദ് മിർസയാണ് രാജിവെച്ചിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയുടെ പേരിൽ രാജിവെക്കുന്ന ആദ്യ ഹൈക്കോടതി ജഡ്ജിയാണ്. അതുകൂടാതെ സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ നേരത്തെ ഇത് ഭരണഘടനാ പരമായിട്ട് അട്ടിമറിയാണ്, ജുഡീഷ്യറിയുടെ അധികാരം കവർന്നെടുക്കലാണ്, അത് പാടില്ലാത്തതാണ്, ഭരണഘടന തന്നെ ഇല്ലാതായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് 2 പേര് രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഭരണഘടനാ കോടതി, ഫെഡറൽ FCC എന്നാണ് അതിൻ്റെ പേര്, ഫെഡറൽ ഭരണഘടനാ കോടതി, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്നായിരിക്കണം, അല്ലെങ്കിൽ FCC എന്ന് പറയത്തില്ല, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഭരണഘടന സംബന്ധിച്ചും ഈ പ്രസിഡന്റിനെ സംബന്ധിച്ചും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സുപ്രീം കോടതി അവിടെ സിവിലും ക്രിമിനലും കേസ് മാത്രം. അതായത് അവിടെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സിക്യൂട്ടീവിനെ കീഴിൽ കൊണ്ടുവന്നു. അതെ, അതാണ് അങ്ങനെ എക്സിക്യൂട്ടീവിനെ കീഴിൽ കൊണ്ടുവരികയും സുപ്രീം കോടതിയുടെ പരമാധികാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് എടുത്തു കളയുകയും ചെയ്തു. ഭരണഘടനാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി സുപ്രീം കോടതി ചർച്ച ചെയ്യേണ്ട, അതിനാണ് ഫെഡറൽ കോടതി. ആ ഫെഡറൽ കോടതിയാണ് അസീം മുനീറിനെ സർവാധികാരിയായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനത്തെ സ്ഥിതിയിലേക്ക് ഇത് പോവുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനമായിട്ട് കോടതിയെ മാറ്റി തീർക്കുക. അങ്ങനെ കോടതി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനം, അവിടുത്തെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ കോടതിക്കെപ്പോൾ ഒരു ന്യൂട്രൽ ക്യാരക്ടർ ഉണ്ടാവണം. ആ ന്യൂട്രൽ ക്യാരക്ടർ കൊണ്ട് മാത്രമാണ് കോടതിയിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. കാരണം ഭരണാധികാരികൾ തെറ്റ് ചെയ്താൽ പോലും അതിനെ ചോദ്യം ചെയ്യാനും തിരുത്താനും ഉള്ള സംവിധാനമായിട്ട് കോടതിയുണ്ട്. നമ്മളിവിടെ ഇന്ത്യയിൽ നമ്മൾ ഈ കോടതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കോടതിയിലേക്ക് പോകുന്ന കോടതിയിൽ നിന്ന് നമുക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധിയുണ്ടാവും, ഒരു സമീപനം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്. പല സമയത്തും കോടതിയൊക്കെ തെറ്റിക്കാറുണ്ടെങ്കിലും ഒട്ടുമിക്ക സമയങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള പൗരൻ്റെ പ്രതീക്ഷയുടെ പ്രതീകമായിട്ട് കോടതിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഇപ്പോഴും ഇന്ത്യയിൽ സുപ്രീം കോടതിക്ക് അതുകൊണ്ട് ആ ബഹുമതി നിലനിർത്താനായിട്ട് കഴിയുന്നുണ്ട്. പാകിസ്ഥാൻ എന്ത് ചെയ്തിരിക്കുന്നു? സ്വതന്ത്ര ജുഡീഷ്യറി സംഭവം മുഴുവനായിട്ട് തകർത്ത് തരിപ്പണമാക്കി. ഇതിൻ്റെ കുഴപ്പം പാകിസ്ഥാന് മാത്രമല്ല, നാളെ ഇത് മറ്റൊരു രാഷ്ട്രം എന്ത് ചെയ്യും? ആവർത്തിച്ചേക്കാം. മനസ്സിലായി? എന്നുവെച്ചാൽ പൊതുപൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല കാലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വളരെ വലിയ ദുസൂചനയാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വമിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. തീർച്ചയായിട്ടും അതൊരു ഏകാധിപത്യ, മതാധിപത്യ, അതുപോലെ തന്നെ സൈനിക ഏറ്റവും കൂടുതൽ വെറുക്കാവുന്ന ഒരു ഭരണകൂടമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒന്ന് പട്ടാള ഭരണകൂടത്തിൻ്റെ സ്വഭാവം, മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്തതായിട്ടുള്ള അവസ്ഥ, എന്തെങ്കിലുമൊക്കെ തരത്തിൽ കോടതിയിൽ പോയി നീതിപൂർവമായിട്ടുള്ള വിധിയുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കോടതിയെയും സമ്പൂർണ്ണമായിട്ട് ഫെഡറൽ കോടതി എന്ന പേരിൽ സർക്കാരിൻ്റെ ഒരു ഉപകരണവും ചട്ടവുമായിട്ട് മാറ്റി മറച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മത കാര്യങ്ങളിലെ മതാധിഷ്ഠിതമായ സമൂഹമാണ്. മതാധിഷ്ഠിതമായിട്ട് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മതരാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മതക്കാരനും അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവനെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ അഹമ്മദിയരെ നേരത്തെ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിനും തീവ്രമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വാസ്തവത്തിൽ ഇപ്പം അത് പിന്നെ രാജിവെച്ച ഒരു ജഡ്ജി പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് മൻസൂർ അലി എന്ന് പറയുന്ന ജഡ്ജിയാണ്. ഇത് ഭരണഘടനയ്ക്കു നേരെയുള്ള അതിക്രമം, ഇത് അതിക്രമമല്ല, ഭരണഘടനയുടെ കൊല ചെയ്യലാണ്. സാധാരണഗതി തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭരണഘടനയുടെ ശിരച്ഛേദം. സാധാരണഗതിയിൽ അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരിയെ കൊന്നുകൊണ്ടാണ് പട്ടാളം അധികാരത്തിൽ വരുന്നത്, കൂതത്തയിൽ. പലപ്പോഴും പാകിസ്ഥാനിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിനു പകരം മനുഷ്യനായ ഒരാളെയല്ല, അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ നെടും തൂണുകളിൽ ഒന്നിൻ്റെ കഴുത്തു മുറിച്ചുകൊണ്ടാണ് ഇവിടെ പട്ടാളം ആധിപത്യത്തിലേക്ക് എത്തുന്നത്. അത് സ്വേച്ഛാധിപത്യത്തിൻ്റെ പുതിയ ഒരു മാർഗ്ഗരേഖ, പുതിയ തന്ത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.